കാർത്തികയുടെ ചോദ്യം കേട്ടതും അർജുൻ മൂക്കിൽ വിരൽ വെച്ചു തല തിരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ എന്ന പോലെ കാർത്തിക അവനെ പുരികമുയർത്തി ചോദിച്ചു. അതിന് അവനൊന്നുമില്ല എന്ന പോലെ ചുമൽ കൂച്ചി കാണിച്ചു. കാർത്തികയുടെ സംസാരം കേട്ടിട്ടും പ്രതികരിക്കാതെ നിൽക്കുന്ന അർജുനെ കാണുകെ ദേവികയുടെ ദേഷ്യം ഉച്ചസ്ഥായിലായി. അവർ പാഞ്ഞു വന്ന് കാർത്തികയെ അടിക്കാൻ കൈ ഉയർത്തിയതും ശേഖരൻ അവരെ പിടിച്ച് തള്ളി. എൻ്റെ മോളെ നേരെ നീ കൈ ഉയർത്തുന്നോ? എൻ്റെ കൊച്ചിൻ്റെ നേരെ ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ശേഖരൻ്റെ പ്രവൃത്തി കൂടിയായപ്പോൾ ദേവിയയ്ക്ക് കാർത്തികയോടുള്ള ദേഷ്യം ഇരട്ടിയായി. ആഹാ, അത്രയ്ക്കായോ അച്ഛനും മോനും? എനിക്കിവിടെ ഒരു വിലയുമില്ലേ? എവിടെ കിടന്ന ഇവളുമാർക്കുള്ള വില പോലും എനിക്കിവിടെ ഇല്ല അല്ലേ? കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും ഞാൻ. അതും പറഞ്ഞ് ദേവിക കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് പോയി. എല്ലാം കണ്ടും കേട്ടും ഇനി എന്ത് ചെയ്യുമെന്ന രീതിയിൽ നിൽക്കുകയാണ് കാർത്തിക. ശേഖരൻ കാർത്തികയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. കാർത്തികയുടെ പറഞ്ഞു, ഇതൊന്നും കണ്ട് അച്ഛയുടെ മോള് പേടിക്കണ്ട. അവൾ എവിടെയും പോകില്ല, തിരിച്ച് ഇവിടേക്ക് തന്നെ വരും. ശേഖരൻ പറഞ്ഞത് കേട്ടതും കാർത്തിക തലയും കുലുക്കി മോനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് കയറി. അർജുൻ ഫ്രഷാകാനായി മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും ശേഖരൻ അർജുനോടായി ചോദിച്ചു, എവിടേക്കാ നീ മോളെയും കൊണ്ട് പോകുന്നത്? ഏത് മോള്? അച്ഛൻ്റെ പ്രിയമോളാണോ? അല്ലടാ, പ്രിയയല്ല, അവൾ എമിയാണ്. ശേഖരൻ്റെ പറച്ചിൽ കേട്ടത് വിശ്വാസം വരാതെ അർജുൻ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്താ ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്? എനിക്ക് എല്ലാം അറിയാം. എല്ലാം എനിക്കെൻ്റെ കാർത്തിക മോൾ പറഞ്ഞ് തിരുത്തി തന്നിട്ടുണ്ട്. എമി, അവൾ നിൻ്റെ പെണ്ണാണ്. അവളെയും കൊണ്ട് പുറത്തു പോകുന്നതിന് അച്ഛൻ എന്ത് പറയാനാ? അച്ഛൻ ചോദിച്ചത് കാർത്തിക മോളെ പറ്റിയാ. അവളെയും കൊണ്ട് നീ എവിടെയാ പോകുന്നത്? പുറത്ത് കുറച്ച് ഡ്രസ്സും ഷോപ്പിങ്ങും ഒക്കെ ഉണ്ടച്ചാ. അർജുൻ അച്ഛൻ്റെ അടുക്കലായി മുട്ടുകുത്തിയിരുന്നു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തിരക്കി. അച്ഛാ, അച്ഛന് കാർത്തിക ആരാണെന്നറിയാമോ? അവൾ വല്ലതും പറഞ്ഞിരുന്നോ അച്ഛനോട്? ആ, പറഞ്ഞു. എന്ത്? അവൾ ഇവിടെ അച്ഛനെ നോക്കാൻ വേണ്ടി വന്ന ഹോം നേഴ്സാണ്. അവൾ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. എനിക്ക് സുഖമായാൽ അവളിവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞു. ശേഖരൻ്റെ വാക്കുകൾ ഒരു വേദനയോടെ അർജുൻ കേട്ടിരുന്നു. അപ്പോൾ നീ ആരാ എന്ന് മാത്രം അച്ഛനോട് പറഞ്ഞില്ല അല്ലേ? ഇപ്പോഴും നിനക്ക് ഇവിടെ നിന്ന് പോയാൽ മതി അല്ലേ? വിടാം, നിന്നെ ഇവിടെ നിന്ന് വിടുന്നുണ്ട് ഞാൻ. അതും മനസ്സിലായി പറഞ്ഞ് അർജുൻ മുകളിലേക്ക് പോയി. റൂമിന് ഉള്ളിലേക്ക് കയറിയ കാർത്തിക കുഞ്ഞുമായി ബെഡിൽ തന്നെ ഇരുന്നു ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. എമി അവളുടെ ഇരിപ്പും ആലോചനയും കണ്ടുകൊണ്ട് അവളുടെ അടുക്കലേക്ക് വന്നു. ഡീ, കുറേ നേരമായല്ലോ ഇങ്ങനെ ഇരിക്കുന്നു. എന്താടാ, എന്തു പറ്റി? എമിയുടെ ചോദ്യം കേട്ടതും കാർത്തിക മുഖമുയർത്തി എമിയെന്ന് നോക്കി. ഡീ, ഞാൻ ചോദിക്കുന്നതിന് നീ സത്യസന്ധമായി മറുപടി പറയണം. പറ, എന്താ? നീ അർജുനേട്ടനോട് എന്നെപ്പറ്റി എന്തേലും പറഞ്ഞോ? എന്ത് പറയാൻ? എമിയുടെ മുഖത്തെ പരവേശം കണ്ടതും കാർത്തികയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. എന്താ നിന്റെ കൈ വിറയ്ക്കുന്നത്? ഏയ്, ഒന്നുമില്ല, നിനക്ക് തോന്നിയതാ. ആണടി. എമി, മുഖത്തേക്ക് നോക്കടി. പറ, നീ പറഞ്ഞോ ഇല്ലയോ ഞാൻ ആരാ എന്ന്? നീ അർജുനേട്ടനോട് പറഞ്ഞോ? എമി, ഉവ്വ് പറഞ്ഞു. അല്ല, പറയിപ്പിച്ചു അജുവേട്ടന് എന്തൊക്കെയോ അറിയാം. എന്നോട് ചോദിച്ചതല്ല, ഒരുമാതിരി ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. ഞാനെല്ലാം തുറന്നു പറഞ്ഞു. അല്ല, പറയേണ്ടി വന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എനിക്ക് ഫ്രണ്ടും നാത്തൂനുമായി കിട്ടിയത്. കാർത്തിക തലക്കിട്ട് സ്വയം കൊട്ടി. കാർത്തികയുടെ ഇരിപ്പ് കാണുകെ എമി അവളോടായി തിരക്കി. നീ വരുന്നില്ലേ? എവിടേക്ക്? അജുവേട്ടനും ഞാനും പുറത്ത് പോകുന്നുണ്ട്. ആ, എന്നോട് ഏട്ടൻ പറഞ്ഞു. ഞാൻ വരണോ? ആ, വരണം. പെട്ടെന്ന് റെഡിയാവ്. ശ്രീമോനെ ഇങ്ങിതാ, ഞാൻ ഒരുക്കാം. എമി കുഞ്ഞിനെ കാർത്തികയുടെ കയ്യിൽ നിന്നും വാങ്ങി. കാർത്തിക ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയി. എമി കാർത്തികയും കുഞ്ഞും റെഡിയായി പുറത്തേക്ക് വന്നതും കാണുന്നത് അവരെ കാത്തുനിന്നോണം സോഫയിലായിരിക്കുന്ന അർജുനെയാണ്. അവരെ കണ്ടതും അവൻ കാറിൻ്റെ കീയുമായി പാർക്കിങ്ങിലേക്ക് പോയി കാറുമായി വന്നു. കാറിൻ്റെ ഡോറ് തുറന്ന് അതിലേക്ക് കയറാൻ പോയ എമിയെയും കാർത്തികയും കണ്ടതും അർജുൻ അവരോടായി പറഞ്ഞു.
അതേ, ഞാൻ നിൻ്റെയൊക്കെ ഡ്രൈവറല്ല. അത് കേട്ടതും എമിയെ പിടിച്ച് കാർത്തിക കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. അർജുൻ്റെ ചുടികൾ നന്നേയൊന്ന് വിടർന്നു. അവൻ എമിയെ നോക്കി സൈറ്റടിച്ചു കാണിച്ചു. അർജുൻ പതിയെ, വളരെ പതിയെ സ്വരം താഴ്ത്തി അവൾക്ക് മാത്രം കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, കണ്ടോ, എൻ്റെ പെങ്ങൾക്ക് കാര്യം പിടികിട്ടി. അതും പറഞ്ഞ് അർജുൻ തിരിഞ്ഞ് കാർത്തികയെ നോക്കി. അവൾ കുഞ്ഞുമായി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവൻ മുന്നിലേക്കൊന്നാഞ്ഞു. എമിയുടെ സൈഡിലായുള്ള സീറ്റ് ബെൽറ്റിൽ പിടുത്തമിട്ടു. എമിയോടായി, സീറ്റ് ബെൽറ്റ് ഇട് എമി. അതും പറഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് ചുണ്ടുകൾ പതിപ്പിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അകന്നു മാറി. അവൻ്റെ പ്രവൃത്തിയിൽ എമി ഒരു നിമിഷം അങ്ങനെ തറഞ്ഞിരുന്നു പോയി. പെട്ടെന്ന് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കാർത്തിക അപ്പോഴും കുഞ്ഞുമായി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവളൊന്നും കണ്ടിട്ടില്ല എന്ന് കണ്ടതും അവൾ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. അവനെ ഒന്ന് നോക്കി. എമിയുടെ നോട്ടം കണ്ടതും അർജുൻ അവളെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. അർജുൻ രണ്ടാളെയും കൊണ്ട് പോയത് അവിടെ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ളൊരു മാളിലേക്കാണ്. അർജുൻ കുഞ്ഞിനെ അവൻ്റെ കൈകളിലേക്ക് വാങ്ങി. കാർത്തികയോടും എമിയോടെയും പറഞ്ഞു, രണ്ടുപേരും വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്തോണം, കേട്ടല്ലോ. അത് കേട്ടതും എമി കാർത്തികയുടെ കയ്യം പിടിച്ച് ചുരിദാർ സെക്ഷനിലേക്ക് പോയി. പിന്നെ എൻ്റെ ഏട്ടനെ കെട്ടുന്നതിന് മുന്നേ തന്നെ നീ മുടിപ്പിക്കുമോ? അല്ലേ, കൊള്ളാലോ, നീ ഇപ്പോഴേ നാത്തൂൻ പോലെ നിൽക്കുകയാണോ? അതേടി, നിനക്കെന്താ? എൻ്റെ കെട്ടിയോൻ്റെ കാശ്, ഒന്ന് പോടി. രണ്ടിൻ്റെയും സംസാരം കേട്ട് കുഞ്ഞുമായി താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുകയാണ് അർജുൻ. ഇത് രണ്ടും എന്തിൻ്റെ കുഞ്ഞ് എന്ന പോലെ.